അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശഅബാൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ മുഅ്മിനീങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന പവിത്രമായ ഒരു രാവ്, അതിശ്രേഷ്ഠമായ ഒരു പകൽ, ബറാഅത്ത് രാവ്. ആ ബറാഅത്ത് രാവ് നമ്മളിലേക്ക് കടന്നു വരികയാണ്. ലോക മുഅ്മിൻ, എല്ലാ സ്ഥലത്തുള്ള ഏതെല്ലാം മുസ്ലിമുണ്ടോ മുഅ്മിനുണ്ടോ അവരൊക്കെ കാത്തിരിക്കുന്ന വലിയൊരു അസുലഭ മുഹൂർത്തമാണ് ബറാഅത്ത് രാവ്. ലോക മുസ്ലിം എല്ലാവരും കാതോർക്കുന്ന ആ രാവ്, പകല്, അതിനുവേണ്ടിയാണ് മുഅ്മിനീങ്ങൾ കാത്തിരിക്കുന്നത്. കാരണം 5 രാത്രികളിൽ വളരെ പ്രധാനപ്പെട്ട രാത്രികളാണ്. ആ രാത്രികളിൽ ദുആക്ക് ഇജാബത്ത് ഉണ്ട് എന്ന് മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു വ്യക്തമായി എഴുതി വെക്കുകയാണ്, രേഖപ്പെടുത്തുകയാണ്, പറഞ്ഞു തരുകയാണ്. ആ 5 രാത്രികളിൽ പ്രധാനമായി മഹാനവറുകൾ പറയുന്നത് ലൈലത്തുൽ ബറാഅ, ബറാഅത്ത് രാവാണ്, അഥവാ ശഅബാൻ 15-ാം രാവാണ്. അപ്പോ ഈ ലൈലത്തുൽ ബറാഅ, ബറാഅത്ത് രാവ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മോചനത്തിന്റെ രാവ് എന്നാണ്. മോചനത്തിന്റെ രാവ്, അതായത് അള്ളാഹുവിന്റെ കോപത്തിൽ നിന്നുള്ള മോചനം, അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്നുള്ള മോചനം, അള്ളാഹുവിന്റെ കഠോരമായ നരകത്തിൽ നിന്നുള്ള മോചനം, വിചാരണയിൽ നിന്നുള്ള മോചനം, അതുപോലെ എന്തെല്ലാം പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ ആ പ്രയാസങ്ങളിൽ നിന്നുള്ള മോചനം. ഈ 5 മോചനങ്ങൾ നമ്മൾ ചോദിച്ചു വാങ്ങേണ്ട വലിയ ശ്രേഷ്ഠതയുള്ള ഒരു രാവാണ് ബറാഅത്ത് രാവ്, ശഅബാൻ 15-ാം രാവ്. നമുക്ക് 2 പെരുന്നാളുണ്ട്, ചെറിയ പെരുന്നാൾ, വലിയ പെരുന്നാൾ, ഈദുൽ ഫിത്ർ, ഈദുൽ അദ്ഹ എന്നതുപോലെ മലക്കുകളുടെ ആ ലോകത്ത് അവർക്കിടയിൽ 2 പെരുന്നാളുണ്ട് എന്ന്. ഒന്നാമത്തെ പെരുന്നാള് ലൈലത്തുൽ ബറാഅ, അത് ബറാഅത്ത് രാവാണ്. ബറാഅത്ത് രാവ് എന്ന് പറഞ്ഞാൽ മലക്കുകൾക്ക് ഭയങ്കര തിരക്കുള്ള ദിവസമാണ്, തിരക്കുള്ള സമയമാണ്, അവർക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു സമയമാണ്. രണ്ടാമത്തെ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ മലക്കുകളുടെ രണ്ടാമത്തെ പെരുന്നാള് അത് ലൈലത്തുൽ ഖദ്ർ എന്നാണെന്നറിയില്ല. ലൈലത്തുൽ ഖദ്ർ റമളാനിൽ ഏതോ ഒരു ദിവസം ഉണ്ടല്ലോ, ആ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ മലക്കുകൾക്ക് തിരക്കാണ്, അവർക്ക് ഭയങ്കര ബിസി ആയിരിക്കും. എന്താണ് അവർക്ക് തിരക്ക് വരാൻ, എന്താണ് അവർക്ക് സന്തോഷമുണ്ടാവാൻ കാരണം? അന്ന് മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ഭൂമിയിലുള്ള സത്യവിശ്വാസികൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ രേഖപ്പെടുത്തുക, അതിൽ പ്രധാനപ്പെട്ട സൽക്കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് എടുത്തുകൊണ്ടുപോവുക. ഓരോ മനുഷ്യനും അവൻ ചെയ്യുന്ന ഇബാദത്തുകൾ അള്ളാഹുവെ നീ സ്വീകരിക്കണേ എന്ന് നമുക്ക് വേണ്ടി മലക്കുകൾ ദുആ ചെയ്യുക. നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അള്ളാഹു ആ ദുആയിലൂടെ തടയുമ്പോൾ ആ ഒരു പ്രശ്നങ്ങൾ നമ്മളിൽ നിന്നും അകറ്റി മാറ്റുക, തുടങ്ങിയ ഒരുപാട് തിരക്കുകൾ. ലൈലത്തുൽ ഖദ്ർ എന്നാണെന്ന് നമുക്ക് അറിവില്ല കൃത്യമായി, പക്ഷെ ഈ ബറാഅത്ത് രാവ് എന്നാണെന്ന് കൃത്യമായി നമുക്കറിയാം. ഈ ബറാഅത്തിന്റെ രാവ് നഷ്ടപ്പെട്ടാൽ നമ്മുടെ ഒരു ആയുസ്സാണ് നഷ്ടമാകുന്നത്. ഈ ബറാഅത്ത് രാവ് ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് ഒരു ആയുസ് മുഴുവനും അള്ളാഹുവിന്റെ വലിയ സഹായവും രക്ഷയും കിട്ടുന്ന രാവാണ്. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ, ഈ വരുന്ന ബറാഅത്ത് രാവ് ആദ്യമായി മനസ്സിൽ കരുതേണ്ട ഒന്നാമത്തെ കാര്യം, ഇൻഷാ അല്ലാഹ് ഞാനന്ന് ഹയാത്താക്കും, ഞാനന്ന് ആ രാത്രി ഉപയോഗപ്പെടുത്തും, പരമാവധി ഞാൻ ഇബാദത്തുകളിലായി കഴിഞ്ഞുകൂടുമെന്നുള്ള നല്ല നീയത്ത് ഈ സമയത്ത് തന്നെ നമ്മൾ എടുക്കേണ്ടതാണ്. ഇന്നല്ലാഹ യൻസിലു ലൈലത്തിൻ മിൻ നിസ്ഫി ശഅബാൻ ഇല സമാഇ ദുനിയ. അല്ലാഹു സുബ്ഹാനഹു വ തആല ശഅബാൻ 15-ാം രാവിൽ 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരുമെന്നാണ്. ഇറങ്ങി വന്നിട്ട് ഭൂമിയിലേക്ക് നോക്കി അള്ളാന്റെ അടിമകളിലേക്ക് നോക്കിയിട്ട് അല്ലാഹ് പറയും, നിങ്ങൾ എന്നോട് എന്ത് ചോദിച്ചോ ഞാൻ നിങ്ങൾക്ക് നൽകാം, എന്തും ചോദിച്ചോ ഞാൻ നിങ്ങൾക്ക് നൽകാം. ആ സമയത്ത് അള്ളാഹിനോട് ചോദിക്കുന്ന ആളുകൾക്ക് അള്ളാഹു എല്ലാം കൊടുക്കുമെന്നാണ്, അവൻ വേഗത്തിൽ ഉത്തരം ചെയ്യുമെന്നാണ്. അതുകൊണ്ട് ഈ രാവിന് ലൈലത്തുൽ ഇജാബ എന്നും പേര് പറയപ്പെടാറുണ്ട്. നമ്മുടെ യാസീൻ നമ്മൾ ഓതാറുണ്ട്. ഒന്നാമത്തെ യാസീൻ. നമ്മുടെ ആയുസ്സിൽ ബറക്കത്ത് വേണം, അല്ലെ? നമ്മുടെ ആയുസ്സിൽ ബറക്കത്ത് വേണം. എത്ര കാലം ജീവിക്കുമെന്നറിയില്ല. ജീവിക്കുന്ന കാലം ആഫിയത്തുള്ള ദീർഘായുസായി നമുക്ക് ജീവിക്കണം. ആഫിയത്തുള്ള ആരോഗ്യം വേണം, ദീർഘായുസും വേണം, ആരോഗ്യവും വേണം. അതിനുവേണ്ടി നമ്മളൊരു യാസീൻ ഓതുക, നമുക്ക് മാത്രമല്ല നമ്മുടെ കുടുംബത്തിലെ എല്ലാവർക്കും. അതുപോലെ നമ്മുടെ റിസ്ക് വിശാലമാവണം. നമ്മുടെ ഭക്ഷണം, നമ്മുടെ വെള്ളം, നമ്മുടെ വീട്, നമ്മുടെ വാഹനം, ഇതെല്ലാം റിസ്കിൽ പെടും. റിസ്ക് വിശാലമാവണം. അതാണ് രണ്ടാമത്തെ യാസീൻ. മൂന്നാമത്തെ യാസീൻ നല്ല മരണം, ഹുസ്നുൽ ഖാത്തിമ, നല്ല അന്ത്യം, നല്ല മരണം കിട്ടണം. മാത്രമല്ല അതിനോടൊപ്പം തന്നെ നമുക്ക് ആഡ് ചെയ്യാവുന്ന മറ്റൊരു കാര്യമാണ്, നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടിയും ആ യാസീൻ നമുക്ക് നിയത്താക്കി ഓതാവുന്നതാണ്. 3 യാസീൻ നമ്മൾ ഓതേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ സൂറത്തു ദുഹാൻ നമ്മൾ പാരായണം ചെയ്യേണ്ടതുണ്ട്. അത് പ്രത്യേകം സുന്നത്താണ്, സൂറത്തു ദുഹാൻ ഓതൽ. മാത്രമല്ല സൂറത്തുൽ മുൽക്ക്, സൂറത്തു ദഹർ, സൂറത്തുൽ വാഖിയ, സൂറത്തുൽ റഹ്മാൻ, ആയത്തുൽ കുർസി, ആമന റസൂലു ലൗ അൻസൽന, അതുപോലെ അറിയാവുന്ന എന്തെല്ലാം മഹത്തരമായ ആയത്തുകളും സൂറത്തുകളുണ്ടോ എല്ലാം അന്ന് നമുക്ക് പാരായണം ചെയ്യാൻ സാധിച്ചാൽ വളരെ പുണ്യമാണ്. അതുപോലെ ദിക്റുകൾ പറയുക. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ, അതൊരു ആയത്ത് കൂടിയാണ്, ദിക്റും കൂടിയാണ്. ആ ദിക്ർ പറയാം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ആ ദിക്ർ പറയാം. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, വളരെ ശ്രേഷ്ഠമുള്ള നമ്മുടെ എന്തെല്ലാം പ്രയാസങ്ങളുണ്ട് എല്ലാം അല്ലാഹുവിലേക്ക് ഭരമേൽപ്പിക്കുന്ന തരത്തിൽ
മനസ്സിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ മാറുന്ന തരത്തിൽ നമുക്ക് നിയ്യത്താക്കി ഓതാൻ പറ്റിയ ഒരു ആയത്തും ഒരു ദിക്റും കൂടിയാണ് ഏത് സലാമും ഖൗലം മിർ റബ്ബിർ റഹീം. അത് ഒരുപാട് വട്ടം പറയാം. അതുപോലെ ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹ് 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 അത് പറയാം. അതുപോലെ തൗബ ചെയ്യുക. തൗബ ചെയ്യുന്ന പറഞ്ഞാൽ അല്ലാഹു ഇനി ഞാനൊരു പാപവും ചെയ്യില്ല, എന്റെ പാപങ്ങളെല്ലാം നീ എനിക്ക് വിട്ടുപുറത്ത് മാപ്പ് നൽകണം എന്ന് കരഞ്ഞു ദുആരക്കലാണ് തൗബ. അതുപോലെ ഇസ്തിഗ്ഫാർ ഒരുപാട് പറഞ്ഞ് റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ ആ ഒരു ആയത്ത് നമ്മൾ ഒരുപാട് വട്ടം പറയുക, ഒരുപാട് ദുആ ചെയ്യുക. കഴിയുന്ന രൂപത്തിൽ അന്ന് രാത്രിയിലും അന്ന് ആ രാവിലും അതുപോലെ തന്നെ പകലിലെല്ലാം എന്ത് ചെയ്യണം, സ്വതക്ക കൊടുക്കുക. ഒരു 10 രൂപയെങ്കിൽ 10 രൂപ മറ്റുള്ള ഒരു പാവപ്പെട്ട ആൾക്ക് കൊടുത്താൽ അതൊരു ഖൈറാണ്. അതുപോലെ കുടുംബബന്ധം ചേർക്കുക. കുടുംബബന്ധം ചേർക്കാത്ത ആൾക്ക് ഈ പറയുന്ന ഒരു നന്മയും കിട്ടില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ അന്നത്തെ രാത്രി കിടന്നുറങ്ങുമ്പോൾ നമ്മൾ ആ രാവ് കഴിഞ്ഞ് കിടന്നുറങ്ങുമല്ലോ, ഉറങ്ങുന്ന സമയത്ത് വുദൂഓടുകൂടി കിടക്കുക. അതുപോലെ തന്നെ അന്ന് ആ രാവ് നമ്മൾ കിടന്ന് ആ രാവിലെ നമ്മൾ ഈ ഇബാദത്തെല്ലാം ചെയ്തിട്ട് കിടന്ന് അത്താഴത്തിൽ നമ്മൾ എഴുന്നേൽക്കുക. കാരണം പിറ്റേന്ന് ബുധനാഴ്ച നമുക്ക് നോമ്പുണ്ട്. ആ നോമ്പ് പിടിക്കാൻ നമ്മൾ നേരത്തെ എഴുന്നേൽക്കുക, തഹജ്ജുദ് നിസ്കരിക്കുക, അത്താഴം കഴിക്കുക, ആ സമയത്തുള്ള സുന്നത്തുകൾ എടുക്കുക. പിന്നെ അന്നത്തെ പകലിലുള്ള നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന കാര്യത്തിൽ നോമ്പ് തുറക്കുന്ന സമയത്തുള്ള ആദാബുകൾ, മര്യാദകൾ